അപ്പന്റെ അനുഗ്രഹം നേടി അവൻ, അതുകൊണ്ട് ഏശാവ് അവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ റെബേക്ക അവനെ അവിടെ നിന്ന് പദ്ദൻഅരാമിലേക്ക് ലാബാന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. ലാബാന്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന സമയത്ത് എന്താണ്, അവനെ എത്തുമ്പോഴാണ് അവൻ എവിടെ എത്തുന്നത്? ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോകുന്ന വഴി അവനെത്തി അവൻ ബേതേലിലെത്തി. പ്രൈസ് ദി ലോർഡ്. അവിടെ അവൻ രാത്രി രാവാർക്കുമ്പോൾ അവനൊരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. സ്വർഗത്തോളം നിവർന്നു നിൽക്കുന്ന ഒരു കോവണി, ആ കോവണിക്കകത്തു നിന്ന് എന്താണ്, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും. അവിടെ അവനോട് പറയുന്നത് ഇപ്രകാരമാണ്. ആ കോവണിക്കകത്തു നിന്നുകൊണ്ട് യഹോവ പറയുന്നു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ഹല്ലേലൂയ, വേദപുസ്തകത്തിൽ രണ്ടാമത് യഹോവ എടുത്തു പറഞ്ഞിരിക്കുന്നത് യാക്കോബിനോടാണ്. അബ്രഹാമിനോട് പറഞ്ഞ അതേ വാചകങ്ങളിലൂടെ ഹല്ലേലൂയ യാക്കോബിനോട് പറയുകയാണ്, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ അവനോട് ഒരു അരുളപ്പാട് യഹോവയായ ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കെ ഇത് കണ്ട് ഹല്ലേലൂയ ഞാൻ പറയുന്നു, അത്യന്തം സന്തോഷവാനായ യാക്കോബ്, പ്രൈസ് ദി ലോർഡ്, അപ്പനെ വിട്ട് അമ്മയെ വിട്ട് വീട്ടിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്ന യാക്കോബ് തലയണ ഒരു കല്ല് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ വീട്ടിൽ അവന് ബാല്യക്കാരുണ്ടായിരുന്നു. അബ്രഹാമിന്റെ മകനായിരുന്നു ഇസ്ഹാക്ക്. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവന്റെ വീട്ടിൽ അനേകം ദാസിദാസന്മാരുണ്ട്. അന്നത്തെ കാലത്ത് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്ന അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് എന്ന് പറയുമ്പോൾ അവന്റെ സകല അനുഗ്രഹങ്ങളും അനുഭവിച്ചിരുന്ന യാക്കോബ് മരുഭൂമിയിൽ ഒരു കല്ല് മാത്രം തലയണ വെച്ചുകൊണ്ട് ഉറങ്ങേണ്ടി വന്ന ഗതികേടിലിരിക്കുമ്പോൾ അവൻ കണ്ട സ്വപ്നത്തിന്റെ പുറത്ത് അവൻ ദൈവത്തോട് ഒരു നേർച്ച നേർന്നു. വായിക്കാൻ 20ാമത്തെ വാക്യം. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കണം, ഭക്ഷിപ്പാൻ ആഹാരം തരണം, ധരിപ്പാൻ വസ്ത്രം തരണം, എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടക്കി സൗഖ്യത്തോടെ കൊണ്ടുവരണം. എങ്കിൽ യഹോവ എന്റെ ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. 3 തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. യാക്കോബ് ഒരു നേർച്ച നേർന്നു. എന്താ പറഞ്ഞേ? നീ എന്റെ ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കല്ല് ദൈവത്തിന്റെ ആലയമായിരിക്കും. 3 സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. 3 കാര്യങ്ങൾ യാക്കോബ് ദൈവത്തോട് നേർന്നു. എപ്പോഴാ നേർന്നത്? സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിൽ. അപ്പനില്ല, അമ്മയില്ല, ജീവന് ഭീഷണിയുണ്ട്, പദ്ദൻഅരാമിലേക്ക് ഓടിപ്പോവുക, അവിടെ എന്താവുമെന്ന് അറിയത്തില്ല, ലാബാന്റെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ബാല്യക്കാരനായിരുന്ന അല്ലെങ്കിൽ യൗവനക്കാരനായിരുന്ന യാക്കോബ് ആ ദൈവിക ദർശനം കണ്ടപ്പോ ഒരു നേർച്ച നേർന്നു. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്, നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ നേരുന്നത് എപ്പോഴാ? നന്മയുള്ളപ്പോൾ. കർത്താവേ, എനിക്ക് തരുന്ന നന്മയ്ക്കകത്തുനിന്ന് തരാമെന്ന് പറയും. പക്ഷേ യാക്കോബ് വിശ്വാസത്താൽ കണ്ടു, അവൻ വിശ്വാസത്താൽ നേർന്നു. നീ എന്നെ മടക്കിക്കൊണ്ടുവരണം, നീ എന്നെ കാക്കണം, എനിക്ക് ധരിപ്പാൻ വസ്ത്രം വേണം, ഹല്ലേലൂയ, എന്നെ ഭക്ഷിപ്പാൻ ആഹാരം വേണം എന്ന് പറഞ്ഞാൽ അവന്റെ കറണ്ട് സിറ്റുവേഷനിൽ അവന് വസ്ത്രമില്ല, അവന്റെ പ്രസന്റ് സിറ്റുവേഷനിൽ അവന് ഭക്ഷണമില്ല, അവന്റെ പ്രസന്റ് സിറ്റുവേഷനിൽ അവനൊരു സെക്യൂരിറ്റി ഇല്ല. ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ ദൈവം നൽകിയാൽ അവൻ പറയുകയാ, ഞാൻ മടങ്ങി വന്ന
നിനക്കൊരാലയം പണിയും. ഇന്ന് പകൽക്കാലം സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താൻ കഴിയും. അതോ ദൈവത്തോട് പിറുപിറുക്കുന്നവരായിട്ടാണോ ഇരിക്കുന്നത്? നാം എപ്പോഴാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്? പലപ്പോഴും നാം വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നത് നന്മകളുടെ നടുവിൽ സൗകര്യങ്ങൾ വരുമ്പോൾ സ്ഥിതിയൊന്ന് മാറട്ടെ, അടുത്ത ലെവലിലേക്ക് ഒന്ന് പോകട്ടെ, ഇപ്പൊ എന്നെ കൊണ്ടത് പറ്റത്തില്ല, അടുത്ത ലെവലിലേക്ക് നീ പോകണമെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ ഇല്ലായ്മയുടെ, പ്രതിസന്ധിയുടെ, കഷ്ടതയുടെ, ഒറ്റപ്പെടലിന്റെ നടുവിൽ നീ എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്ത ദൈവം നിന്നെ കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെ നേർച്ച നേർന്ന യാക്കോബ എവിടെ എത്തി? പദ്ദനാരാമിലെത്തിയിട്ട് ദൈവം അവനോട് രണ്ടാമത് സംസാരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അതിന്റെ 31 അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. ഞാൻ ആ ഭാഗം എടുക്കാതെ നേരെ വായിക്കുക. അതിന്റെ 13 വാക്യം. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലത്തിന്റെ ബേഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. നേരത്തെ നേർച്ചയ്ക്ക് മുന്നേ ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ്, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാണെന്ന് പറഞ്ഞിരുന്ന യഹോവ നേർച്ച കഴിച്ച യാക്കോബിനോട് പറയുകയാണ്, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്. ബേഥേലിൽ എടുത്ത തീരുമാനത്തിന് യാക്കോബിന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, യാക്കോബെ ഞാൻ നിന്റെ ദൈവമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. പാരമ്പര്യത്തിന്റെ പേരിലല്ല നീ അറിയപ്പെടേണ്ടത്, പിതാക്കന്മാരുടെ പേരിലല്ല നീ അറിയപ്പെടേണ്ടത്. ഞാൻ നിന്റെ ദൈവമാണ്. നീ എന്നോട് കഴിച്ച നേർച്ചയ്ക്കൊത്തവണ്ണം, നീ എന്നോട് കഴിക്കുന്ന സമർപ്പണത്തിനൊത്തവണ്ണം, നീ എന്നോട് കൂടെ എടുത്തിരിക്കുന്ന തീരുമാനത്തിനൊത്തവണ്ണം ഞാൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. എപ്പോഴാണ് കർത്താവ് ദൈവമായ യഹോവ ഇടപെട്ടത്? അവിടെ വായിക്കുന്നു 2-ാമത്തെ വാക്യം, 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ അത് തന്റെ നേരെ മുൻപേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ 14, 6, 20 സംവത്സരങ്ങൾ, ഹല്ലേലൂയ, 6 വർഷങ്ങൾ ആടുമാടുകൾക്ക് വേണ്ടിയും 7 14 വർഷം ലേക്കും റാഹേലിനും വേണ്ടിയും ലാബാനെ സേവിച്ചിട്ട 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയിട്ട വീണ്ടും ലാബാൻ അവന്റെ നേരെ ഇരിക്കുന്നത് മുമ്പിലത്തെ പോലെയല്ലെന്ന് കണ്ടപ്പോൾ യാക്കോബ് കാണുന്ന സമയത്ത്, യാക്കോബെ നീ അവന്റെ മുഖം നിന്റെ നേരെ തിരിയുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യമുണ്ട്. നീ എഴുന്നേറ്റ് പുറപ്പെടാൻ. നിന്റെ ജീവിതത്തിനകത്ത് നീ പ്രതിസന്ധിയെ കാണുന്നതിന് മുന്നേ, ഹല്ലേലൂയ, നിന്റെ ദൈവത്തോട് നേർന്നതിനെ ദൈവം, ഹല്ലേലൂയ, ബഹുമാനിക്കുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ നീ എന്നോട് നേർച്ച നേർന്ന സ്ഥലത്തിന്റെ ദൈവമാകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവം ഈ നേർച്ചയെ ഓർക്കുന്ന ദൈവമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയുടെ തീരുമാനങ്ങളെ മറന്നാലും ദൈവം അതിനെ കണക്കിട്ട് എഴുതി വെച്ച നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ലാബാൻ നിന്റെ നേരെ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ നിന്റെ യാത്രയ്ക്ക് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ദൈവമാ. ഒന്നുമില്ലാതെ നിന്നെ പദ്ദനാരാമിലേക്ക് കൊണ്ടുവന്നെങ്കിൽ യാക്കോബേ, നിനക്ക് പുറപ്പെടേണ്ട സമയത്ത് നിനക്ക് വേണ്ടി ആലോചന പറഞ്ഞ, നിന്റെ നേർച്ചയെ ബഹുമാനിച്ച നിന്നെ നിന്റെ സ്വദേശത്തേക്ക് മടക്കി കൊണ്ടുപോകാൻ. യാക്കോബിന്റെ നേർച്ച എന്തായിരുന്നു? എനിക്ക് വസ്ത്രം വേണം. യാക്കോബിന്റെ നേർച്ച എന്തായിരുന്നു? എനിക്ക് ആഹാരം വേണം. യാക്കോബിന്റെ നേർച്ച എന്തായിരുന്നു? നീ എന്നെ കാക്കണം. യാക്കോബിന്റെ നേർച്ച എന്തായിരുന്നു? നീ എന്നെ എന്റെ അപ്പന്റെ അടുക്കലേക്ക് മടക്കിക്കൊണ്ടു പോകുമെങ്കിൽ ഞാൻ ഈ കല്ലിനെ ആലയമായും നിന്നെ എന്റെ ദൈവമായും നിനക്ക് സകലത്തിലും ദശാംശം തരുമെന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ആ നേർച്ചയ്ക്ക് ദൈവം ഓർത്തു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം അത് എഴുതി വെക്കുന്നവനാണ്. സഭാപ്രസംഗി 5:4 വേഗം വായിച്ചേ. ഒരാള് സംഖ്യാപുസ്തകം 30-2 വാക്യം. സംഖ്യാപുസ്തകം 30:2. Numbers 30:2.
ആരെങ്കിലും യഹോവയ്ക്കൊരു നേർച്ച നേടുകയോ പരിവർത്തനോടും രക്ഷിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിനെ ഭംഗം വരുത്താതെ തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലൊക്കെയും നിവർത്തിക്കണം. തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെയും നിവർത്തിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു നേർച്ച നേരുന്നവൻ, ഒരു ശപഥം എടുക്കുന്നവൻ, ഒരു തീരുമാനം എടുക്കുന്നവൻ അതിന് ഭംഗം വരുത്താതെ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ അടുക്കൽ നേർച്ച നേർന്നിട്ട് ദൈവം ചെയ്യുമ്പോൾ ചെയ്യാമെന്നല്ല, എപ്പോഴാണെങ്കിലും എന്ത് ചെയ്യണം? നീ ഭംഗം വരുത്താതെ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ നീ നിവർത്തിക്കണം. നാം പറയുന്ന വാക്കിന് ദൈവത്തിൽ വിലയുണ്ട്. അതാ പറഞ്ഞേ, നീ പറഞ്ഞ വാക്കിന് ഭംഗം വരരുത്, നീ പറഞ്ഞ പ്രവർത്തിക്ക് ഭംഗം വരരുത്, അത് നിവർത്തിക്കണം. സഭാപ്രസംഗം 5:4 എക്ലീസിയാസ്റ്റസ് 5:4. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 23:21 വാക്യം. Deuteronomy chapter 23 verses 21. അപ്പൊ ഒന്ന്, അത് ഭംഗം വരുത്താതെ നിവർത്തിക്കണം. രണ്ട്, അത് താമസിക്കാതെ നിവർത്തിക്കണം. അങ്ങനെ താമസിക്കുന്നുവെങ്കിൽ എന്താണ്? നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കും. അപ്പൊ താമസം വരുത്തുന്നതും പാപമാണ്. അപ്പൊ ഈ നേർച്ച നേർന്നത് മാത്രമല്ല, അതിന് ഭംഗം വരുത്താത്തത് മാത്രമല്ല, അത് സമയത്ത് ചെയ്യാനും ആര് ശ്രമിക്കണം. അപ്പൊ അതെന്തോ പാപമായി ചെയ്യും. യഹോവയെ ദൈവം മോശയോട് താൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നാണ് നാം വായിച്ചു കേട്ടത്. പ്രശ്നം. അപ്പൊ അത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനത്തെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഭംഗം വരുത്തരുത്. രണ്ട്, അത് താമസിക്കരുത്. നാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കർത്താവേ ഹല്ലേലൂയ നല്ല സമയം വരട്ടെ, എന്റെ സ്റ്റാറ്റസ് ഒന്ന് മാറട്ടെ, എന്റെ സൗകര്യങ്ങളൊന്ന് മാറട്ടെ, ഹല്ലേലൂയ എന്റെ പുതിയ കാര്യങ്ങളൊക്കെ നന്നാകട്ടെ, നടക്കട്ടെ എന്ന് പറയുന്നതല്ല ദൈവം മാനിക്കുന്നത്. വിശ്വാസത്തിൽ നീ പറയുന്നതിന് ദൈവം മുദ്രയിടുന്നവനാ, വിശ്വാസത്തിൽ നീ കാണുന്നതിനെ മുദ്രയിടുന്നവനാ, വിശ്വാസത്തിൽ നീ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതിനെ മുദ്രയിടുന്നവനാ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ ഹല്ലേലൂയ ചില നന്മകൾ അനുഭവിക്കണമെങ്കിൽ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി പാതകൾ പുഷ്ടി പൊഴിക്കണമെങ്കിൽ, നിന്റെ സംവത്സരത്തെ അലങ്കരിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരു നേർച്ച കഴിക്കണം. ആ നേർച്ച കഴിക്കുമ്പോൾ അത് ഭംഗം വരുത്തരുത്, അത് താമസിപ്പിക്കരുത്. യാക്കോബിന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? അവൻ ദൈവത്തോട് പറഞ്ഞു. അതിന് 31:18 ബാക്കി ഒന്നുകൂടെ വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 31:18 വാക്യം. ഉൽപ്പത്തി 30:18. താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും, താൻ പദ്ദനാരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും എന്ന് പറഞ്ഞാൽ താൻ സമ്പാദിച്ച, പ്രൈസ് ദി ലോർഡ്, ലാബാന്റെ കണക്കിനകത്തല്ല നിന്റെ കണക്ക് എഴുതി വെച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളതിന് എന്താണെന്ന് വ്യക്തമായിട്ട് യാക്കോബിന് അറിയാമോ. അതുകൊണ്ടാണ് പറഞ്ഞത് താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ നേർച്ച കഴിക്കുന്നവനാണെങ്കിൽ നിന്റെ കൈകളുടെ അധ്വാനത്തെ ദൈവം ബഹുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലാത്തവനായി ദേശത്ത് കടന്നു വന്ന 10 പ്രാവശ്യത്തിന്റെ പ്രതിഫലം മാറിപ്പോയി, വാക്കിന് മാറ്റം വന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനായല്ല നീ മടങ്ങേണ്ടത്. നിന്റെ ജീവിതത്തിൽ നീ അധ്വാനിച്ചതിനും നീ സമ്പാദിക്കുന്നതും നിന്റേതാക്കി തന്നെ തരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പകൽക്കാലം അതാ പറഞ്ഞത്. അപ്പന്റെ വീട്ടിലേക്ക് നീ മടങ്ങുന്നത് വെറും കൈയായിട്ടല്ല, നീ സമ്പാദിച്ച നിന്റെ സമ്പത്ത് കൊണ്ട്, നീ സമ്പാദിച്ച നിന്റെ കന്നുകാലികൾ കൊണ്ട്, സമ്പാദിച്ച നിന്റെ ആടുമാടുകളെ കൊണ്ട് യാക്കോബി നീ മടങ്ങി പോകുന്നത്. യാക്കോബ് ദൈവസന്നിധിയിൽ ഒരു നേർച്ച നടന്നപ്പോൾ, ഒരു തീരുമാനം എടുത്തപ്പോൾ ദൈവന്റെ കൈകളുടെ അധ്വാനത്തെ നന്മ കൊണ്ട് അനുഗ്രഹിച്ചു എന്ന വേദപുസ്തകത്തിൽ വായിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എവിടെ നിൽക്കുകയാണ്? ഹല്ലേലൂയ. വിശ്വാസത്തിൽ വന്ന നാളിൽ നമ്മൾ പറഞ്ഞില്ലേ, കർത്താവേ ഞാൻ അത് ചെയ്യും, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കും. നമ്മൾ ഓരോരുത്തരും മറന്നെങ്കിലും സ്വർഗം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്ന് പകൽക്കാലം മറന്നു പോകരുത്, ഭംഗം വരുത്തരുത്, അത് താമസിപ്പിക്കരുത്.
സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ വായിക്കുന്ന, നേർച്ച നേർന്നവനോടാ ദൈവം എങ്ങനെ ചെയ്യുന്നത്. 65 അതിന്റെ 65 അധ്യായത്തിന്റെ അതിന്റെ 11-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, അതിന്റെ ഉഴവ് ചാലുകളെ നനച്ച് അതിന്റെ കട്ട ഉടച്ച് നിരത്തി, മഴയാൽ അതിനെ കുതിർത്ത അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. പ്രൈസലം. ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരു തീരുമാനം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുള പോലെ അനുഗ്രഹിക്കപ്പെടും. പ്രൈസലം. പലപ്പോഴും ജീവിതത്തിനകത്ത് ഒരു വിത്ത് വിതച്ചിട്ട, ഒരു തീരുമാനം എടുത്തിട്ട, പ്രൈസലം, നാം ഇങ്ങനെ ഇരിക്കുകയാ. പക്ഷേ അതിനെ പിന്തുടരുന്ന ദൈവം എന്ത് ചെയ്യും? അതൊന്ന് നനയ്ക്കാൻ തുടങ്ങും. പ്രൈസലം. അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടയ്ക്കാൻ തുടങ്ങും. കട്ടകൾ ഉടയ്ക്കാതെ നനവ് അടിയിലേക്ക് പോകത്തില്ല. നനവ് പോകാതെ അതിന്റെ മുള പുറപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിയിടത്തിനകത്ത് കട്ട ഉടച്ചു നിരത്തി എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ വരണ്ടിരിക്കുന്നതിനെ ഒന്ന് നനയ്ക്കണമെങ്കിൽ ചില കട്ടകൾ ഉടയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ചില കട്ടകൾ ഉടയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു നനവുണ്ടാകണം. ചില കട്ടകൾ അത് കുതിർക്കുന്നത് പോലെ ദൈവത്തിന് എടുത്ത തീരുമാനത്തിന് വിരോധമായി നിന്റെ ചിന്തയോ നിന്റെ സങ്കല്പങ്ങളോ നിന്റെ പ്രവർത്തികളോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ചില കട്ടകളെ ഉടപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധികൾ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുക. ദൈവത്തിന് ആഗ്രഹമുണ്ട് നിന്നിൽ നിന്ന് മുള പൊട്ടി പുറപ്പെട്ടു വരണം. ദൈവത്തിന് ആഗ്രഹമുണ്ട് ആ മുള പൊട്ടി പുറപ്പെടാൻ നിന്നെ ഒന്ന് നനയ്ക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കട്ട ഉടയ്ക്കപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ഇങ്ങനെ വരണ്ട് കിടക്കുകയാ. പഴയ പ്രാർത്ഥന, പഴയ പ്രസംഗം, പഴയ പ്രതിഷ്ഠ, പഴയ ഉപവാസ പ്രാർത്ഥന പോരാ പോരാ. ഇന്ന് രാവിലെ ഇംഗ്ലീഷ് മെസ്സേജ് പറഞ്ഞതുപോലെ ദൈവത്തിന് നിന്നോട് കൂടെ പ്രവർത്തിപ്പാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? എന്റെ ഹല്ലേലൂയ സകല ഭൂമിയിലും സ്വർഗത്തിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം. ഹല്ലേലൂയ. നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നവരായി തീരണം. നിങ്ങൾ ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കുന്നവരായി തീരണം. നിങ്ങൾ പുതുഭാഷകളെ സംസാരിക്കണം. ഹാനികരമായ ഏതെങ്കിലും കുടിച്ചാൽ അത് നിനക്ക് ഹാനി വരുത്തത്തില്ല. നിനക്ക് ഹല്ലേലൂയ ആരുടെങ്കിലും കൈവച്ചാൽ രോഗികൾ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെയും എന്റെയും ജീവിതത്തിനകത്ത് തന്നിട്ടുണ്ടെങ്കിലും അത് എക്സസൈസ് ചെയ്യണമെങ്കിൽ, അതിന്റെ മുള പൊട്ടി പുറപ്പെടണമെങ്കിൽ ചില കട്ടകൾ ഇന്ന് പകൽക്കാലം ഉടയട്ടെ. ചില ഉടവുചാലുകൾ നനയട്ടെ. വരണ്ട് കിടക്കുന്ന ജീവിതത്തിലെ ആത്മീയ അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച ആ നന്മയെ അനുഭവിപ്പാൻ കർത്താവേ, എന്നെ നിന്റെ പ്രവൃത്തി തികപ്പാൻ തക്കവണ്ണം എന്റെ കട്ടകളെ ഇന്ന് പകൽക്കാലം ഉടയ്ക്കണമേ. എന്റെ ഉടവുചാലുകളെ ഇന്ന് പകൽക്കാലം നനയ്ക്കണമേ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ നദി അത് നിന്നെ നനപ്പാൻ തക്കവണ്ണം ഒഴുകി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാ. പക്ഷേ ഇന്ന് പകൽക്കാലം ഉടവുചാലുകളെ നനപ്പാൻ തക്കവണ്ണം, വരണ്ടതിനെ നനപ്പാൻ തക്കവണ്ണം, കട്ട ഉടയ്ക്കുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിന്റെ സന്നിധിയിൽ അവന് വേണ്ടി പ്രയോജനകരമായി പുതിയ ഫലങ്ങളെ കായ്ക്കുന്നവരായി മാറുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് എടുത്തിരിക്കുന്ന തീരുമാനത്തെ അംഗീകരിപ്പാൻ തക്കവണ്ണം ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഓർത്തുകൊണ്ട് അതിനെ ഭംഗം വരുത്താതെ താമസിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിലെ കട്ടകൾ ഉടയട്ടെ, ഉഴവുചാലുകൾ നനയട്ടെ, ഒരു മുള പൊട്ടി പുറപ്പെടട്ടെ. സംവത്സരത്തെ സമൃദ്ധി കൊണ്ട് നന്മ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും, വാക്കുകളും പാട്ടുകളും പാടി അവരെ മുന്നോട്ട് കടന്നു.
drought season.